ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മഴക്കാല യാത്രകൾ തുടരുകയാണ്. കുട്ടിക്കാനം ഏരിയയിൽ തന്നെയാണ് മഴക്കാല യാത്ര അടുത്തതും. ലാൻഡ്രം എസ്റ്റേറ്റില്ല, അതായത് ചാർലിക്കുളം എന്നൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലം, ചാർലി സിനിമയിലെ കുളം, അതൊന്ന് കാണണമെന്ന് കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിപ്പോൾ ദാ കുട്ടിക്കാനം എത്തി, കുട്ടിക്കാനം കവലയെത്തി. അതായത് ഏലപ്പാറ റൂട്ടിൽ നിന്നാണ് നമ്മൾ വരുന്നത്. കുട്ടിക്കാനം എത്തി, ഇവിടെ നിന്ന് ഇനി ലെഫ്റ്റ് പോകണം. നല്ല മഴയാണ്, ഇടയ്ക്കിടയ്ക്ക് ശക്തമായ മഴ പെയ്യുന്നുണ്ട്, ഭയങ്കര കോടയാണ്. അതുകൊണ്ട് അവിടെ പോയാൽ എന്താണ് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല. പക്ഷേ ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ താഴെയുള്ളൂ, ഒരു 8 കിലോമീറ്ററോളം ദൂരം മാത്രമേ ഉള്ളൂ. ഒന്ന് പോയി വരാം. ഇതിപ്പോൾ നമ്മുടെ പൈൻ ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്, കണ്ടില്ലേ? പൈൻ ഫോറസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതിൻ്റെ ഭാഗമാണ്, നേരത്തെ വീഡിയോയിൽ കണ്ടില്ലേ. ഇവിടെ ലെഫ്റ്റ് സൈഡിലും ഉണ്ട് കേട്ടോ പൈൻ ഫോറസ്റ്റ്. KTDCയുടെ റെസ്റ്റോറൻറ്റ് ഇവിടെയാണ്. നമ്മളേതാണ്ട് പീരുമേടെത്തി. പഴയ പാമ്പനാറ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ശരിക്കും തിരിഞ്ഞു പോകേണ്ടത്. അവിടെ നിന്നൊരു 4-5 കിലോമീറ്ററിന് താഴെ ഉള്ളൂ എന്നാണ് അറിഞ്ഞത്. അപ്പം നമ്മൾ പീരുമേടെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് പഴയ പാമ്പനാർ പാലം കണ്ടില്ലേ? ഈ പഴയ പാമ്പനാർ പാലത്തിൻ്റെ അവിടെ നിന്നാണ് ലെഫ്റ്റ് എടുത്താണ് പോകേണ്ടത്. ഇവിടുന്ന് ഏതാണ്ട് 6 കിലോമീറ്ററോളം ദൂരം ഉണ്ടെന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഓനെ ഈ ചാർലിക്കുളം അത് ഏത് റൂട്ടിലാ അറിയോ? ആ റൂട്ടല്ലേ. കണ്ട, ഇതാണ് വഴി. അവിടെ നമ്മൾ ലെഫ്റ്റ് എടുക്കുമ്പോൾ നേരെ പോകരുത്, റൈറ്റിലേക്ക് തിരിഞ്ഞു വേണം പോകാൻ. അതവിടെ ചോദിച്ചാൽ നന്നായി, അല്ലെങ്കിൽ പണി കിട്ടിയേനെ, നമ്മൾ വേറെ എവിടെയോ പോയേനെ. പഴയ പാമ്പനാർ പാലത്തിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് ഉടൻ റൈറ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ ഒരു കുരിശ് കാണാം. ഈ കുരിശിൻ്റെ അവിടുന്ന് സത്യത്തിൽ നേരെയുള്ള വഴിയാണ്. അതായത് അവിടുന്ന് വരുമ്പോൾ ഈ ചാർലിക്കുളം എങ്ങോട്ടേട്ടാ?
നേരെ. നമ്മൾ വരുന്ന വഴിയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോവുക എന്നുള്ളതാണ്. ഒരു ചേട്ടൻ പറഞ്ഞു തന്നായിരുന്നു. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. നോക്കാം. യെസ്, ഇവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ആളുകൾക്ക് അറിയാമേ. ആളുകൾക്ക് അറിയാം വളരെ കൃത്യമായി പറഞ്ഞു തരാൻ. കാരണം ഇങ്ങോട്ട് വരുന്നവരെല്ലാം വരുന്നത് ഈ ചാർലിക്കുളം തേടിയാണ്. വീണ്ടും ചെറിയ മഴ തുടങ്ങി. എൻ്റെ പൊന്നെ, ആകെ ടെൻഷൻ അടിച്ചൊരു സമയമായിരുന്നു. ഡ്രോണ് പറത്തി അവിടെ ആ എസ്റ്റേറ്റ് ഫാക്ടറിയുടെ വീഡിയോ എടുക്കാനാണ് നോക്കിയത്. പക്ഷേ കുറച്ചെത്തി കഴിയുമ്പോൾ ഹൈ വിൻഡ് വാർണിംഗ് വന്നിട്ട് അത് അവിടെ സ്റ്റോപ്പായി. തിരിച്ച് വരുന്നില്ല, ബാക്ക് ടു ഹോം വരുന്നില്ല. പിന്നീട് നമ്മൾ ഏതാണ്ട് സ്ഥലം എവിടെയെന്ന് അറിയില്ല, ഏതാണ്ട് 1 കിലോമീറ്ററിന് അടുത്തോളം പറത്തിയിരുന്നു. പിന്നീട് അവിടേക്ക് തന്നെ ആ ഫാക്ടറിയുടെ അടുത്ത് എവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഫാക്ടറിയുടെ അടുത്തേക്ക് പെട്ടെന്ന് വണ്ടി വിട്ടുപോയി അവിടുന്ന് തിരിച്ച് പിടിക്കുക ചെയ്തത്. ലാസ്റ്റ് ഭയങ്കര അലാറമൊക്കെ അടിച്ചിട്ട് ബാറ്ററി തീരാറായി. അങ്ങനെ ഭയങ്കര റിസ്ക്കാണ്. ഒരിക്കൽ കൂടി മനസ്സിലായി, ഡ്രോണ് നമ്മുടെ കാണുന്ന ദൂരത്തെ പറത്താൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട്. അത് ഭയങ്കര സത്യമാണെന്ന് വീണ്ടും ബോധ്യപ്പെട്ടു. അതേപോലെ വിൻഡ് വാണിങ്, ഭയങ്കര ഹൈ വിൻഡ് വാണിങ്. സത്യത്തിൽ അത്ര ഭയങ്കര സ്ഥലമൊന്നുമല്ല, പക്ഷെ എന്നാലും ഇവിടെ ഈ മഴക്കാലമായതിൻ്റെ പ്രശ്നമാണ്. അതിശക്തമായ കാറ്റുണ്ട്. നോർമൽ സമയത്ത് ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടാവും തോന്നുന്നില്ല. സമയം വൈകുന്നുണ്ട്, ഏതാണ്ട് 5 മണിയായി. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആള് താമസമുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ. ആ ചാർലിക്കുളത്തിൻ്റെ വണ്ടി അങ്ങോട്ട് വിടില്ല അല്ലേ? ശരി ശരി, ഇവിടെ വെക്കാല്ലേ. അപ്പോൾ ഫൈനലി നമ്മൾ എത്തി. ഇവിടുന്ന് ഒരു 100-300 മീറ്ററേ ഉള്ളൂ. പക്ഷേ അവിടേക്ക് വണ്ടി കൂടുതലുള്ളതുകൊണ്ട് വിടുന്നില്ല എന്നാണ് പറഞ്ഞത്. ചില സമയത്ത് വിടും, ചില സമയത്ത് വിടില്ല. ഇവിടെ പുറത്ത് വാച്ചേഴ്സ് ഇരിപ്പുണ്ട്. ഒരു കാര്യം എനിക്ക് തോന്നിയത്, നാട്ടുകാർ ഭയങ്കര സഹകരണം കേട്ടോ. നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞു തരികയാണ്. വഴി നിന്നിട്ട് ആളുകൾ നമ്മൾ ചോദിച്ചില്ലെങ്കിൽ പോലും പറഞ്ഞു തരും, അങ്ങോട്ടല്ല ഇങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ ബൈക്ക് പോകുമായിരുന്നു, എന്തിനാണ് തടഞ്ഞതെന്ന് അറിയില്ല. അപ്പോൾ ഫൈനലി നമ്മൾ എത്തി. ഇതാ നോക്കൂ, ഒരു മനുഷ്യർ പക്ഷെ ഇവിടെ ഇല്ല കേട്ടോ. 2 സൈഡിലും കുളമായിട്ട്. ഒരു സൈഡിലെ കുളത്തിൽ ഇപ്പോഴും പക്ഷെ വെള്ളമില്ലല്ലോ, അപ്പുറത്ത് വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ വരണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കാരണം എന്താ പറയുക, ഇവിടെ വെള്ളം ഉണ്ടാവില്ല. സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് പോലും വെള്ളം കെട്ടി നിർത്തിയാണ് ഷൂട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കുന്നു. യെസ്.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സമയമായി, ഇരുട്ടുന്നു. ഗംഭീര ലൊക്കേഷൻ തന്നെ കേട്ടോ, അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ. അപ്പോൾ കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ബൈ ബൈ.